الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأقم الصلاة طرفي النهار وزلفا من الليل إن الحسنات يذهبن السيئات ذلك ذكرى للذاكرين صدق الله العظيم. وقد ورد في الحديث جاء رجل فقال إني أصبت حدا فأقمه علي فقال صلى الله عليه وسلم هل حضرت معنا الصلاة قال نعم قال قد غفر لك. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, വീണ്ടും നമ്മൾ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ സതുപദേശങ്ങൾ തുടർന്ന് വായിച്ചു പോകുന്നത്. അവിടുന്ന് ഓർമ്മപ്പെടുത്തിയ ഒരു വിഷയം, നമുക്ക് അല്ലാഹു നിർവഹിക്കൽ നിർബന്ധമാക്കിയ നിസ്കാരം അതൊരു ചില്ലറ കാര്യമാണെന്ന് കരുതരുത്. അവിടുന്ന് ഉപദേശിക്കുന്ന മോനെ, അഗ്നിയെ കെടുത്തുന്ന വെള്ളം പോലെയാണ് നീ നിസ്കരിക്കുന്ന നിസ്കാരം. അത് തീപിടുത്തമുണ്ടായാൽ ആ തീനെ കെടുത്താൻ വെള്ളം ഉപയോഗിക്കുന്നത് പോലെ ചില അപകടത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, ശമനം കിട്ടാൻ വേണ്ടി, ശാന്തത ഉണ്ടാകാൻ വേണ്ടി ഉള്ള ഒരു കർമ്മം കൂടിയാണ് നിസ്കാരം. അതായത് പാപങ്ങളേറെ ചെയ്യും മനുഷ്യൻ. ആ പാപങ്ങളിൽ പലതരത്തിലുള്ള പാപങ്ങളുണ്ട്, ചെറുതുമുണ്ട് വലുതുമുണ്ട്. എന്നാൽ വലിയ പാപങ്ങളായിട്ട് ഉണ്ട് ചിലത്. അതൊഴിച്ച് ബാക്കിയുള്ള പാപങ്ങൾ അതൊക്കെ പൊറുക്കപ്പെടാൻ നിന്റെ നിസ്കാരം കാരണമാണ് എന്ന് നീ മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് ചെയ്യൽ നിർബന്ധാക്കിയതാ നിസ്കാരം. പക്ഷെ ആ നിസ്കരിച്ചാൽ കിട്ടുന്ന നേട്ടങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു പോകുമെന്നുള്ളതാണ്. ഏതുപോലെ തീയിനെ വെള്ളം കൊണ്ട് കെടുത്തും പോലെ പാപങ്ങളെ ഈ നിസ്കാരം കൊണ്ട് നശിപ്പിക്കാൻ നമുക്ക് കഴിയും. വേണ്ടതുപോലെയുള്ള നിസ്കാരം കൊണ്ട് കിട്ടുന്ന നേട്ടം ചെറുതല്ല. നിസ്കാരം എങ്ങനെയെങ്കിലും നിസ്കാരമായ പറ്റൂല. അത് അതിൻ്റെ ഷർത്തുകൾ, മര്യാദകൾ ഒക്കെ ഉൾക്കൊണ്ടിട്ടുള്ള വേണ്ടതുപോലെ നിസ്കരിക്കണ നിസ്കാരമാവണം. അതിനാണ് ഈ പറയുന്ന നേട്ടങ്ങൾ. എന്തെങ്കിലും കാട്ടിക്കൂട്ടലുകൾ നടത്തിയാൽ ഇത് കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഇങ്ങനെ ചെയ്യുന്ന വേണ്ടതുപോലെ നിസ്കരിച്ചാൽ കിട്ടുന്ന നേട്ടങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്. മനുഷ്യൻ ഒരു പ്രത്യേക ജീവിയാണ്. അവന്റെ കൂട്ടത്തിൽ ഈ മനുഷ്യർക്ക് പാപങ്ങൾ തീരെ ചെയ്യാതെ, ഒരു പാപവും തെറ്റും കുറ്റവും വരാതെ ജീവിക്കാൻ ഈ ഭൂമി ലോകത്ത് സാധ്യമല്ല. കാരണം ആ നിലക്കാണ് മനുഷ്യൻ അല്ലാഹു തആല പഠിച്ചിട്ടുള്ളത്. പാപങ്ങൾ ചെയ്യാതെ ജീവിക്കുന്ന വിഭാഗം ആളുകൾ അംബിയാ മുർസലീങ്ങളാണ്. അവർ തെറ്റുകുറ്റങ്ങളൊന്നും വരാതെ തന്നെ ജീവിക്കാൻ അവർക്ക് കഴിയും. പിന്നെ അല്ലാഹുവിന്റെ ഔലിയാക്കളായിട്ടുള്ള മഹാന്മാരുണ്ട്. അവർക്കും തെറ്റുകുറ്റങ്ങൾ വരാതെ അതിസൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കാൻ അവർക്കും അവരുടെ ഈ സാഹസികത കൊണ്ട് അവർക്ക് സാധിച്ചെന്ന് വരും. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം തെറ്റും കുറ്റമൊക്കെ ജീവിതത്തിൽ വരും, പാപങ്ങൾ വരും. നമ്മളൊരു ബൈക്ക് യാത്ര നടത്തി അല്ലെങ്കിൽ ഒരു കാർ യാത്ര നടത്തി ചിലപ്പോഴൊക്കെ ആ ബൈക്കും നമ്മൾ സഞ്ചരിച്ച വാഹനമൊക്കെ അപകടത്തിൽപ്പെടാറുണ്ട്. നമുക്കതിൽ പരിക്ക് പറ്റാറുണ്ട്. ഇനി വണ്ടിയിലൊന്നും അല്ലാതെ നടന്നു പോകുമ്പോൾ വീഴ്ചകൾ സംഭവിക്കാറുണ്ട്. വീണിട്ട് കാലൊടിയലുണ്ട്, വേറെ ചില പരിക്കുകൾ പറ്റലുണ്ട്. എന്നാൽ ഈ പരിക്കൊക്കെ പറ്റിയാൽ നമ്മളൊന്നും എന്ത് ചെയ്യും? ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അതിനെ നന്നാക്കിയെടുക്കും എന്നുള്ളതാണ്. എന്നാൽ ഇതുപോലെ മനുഷ്യന് സംഭവിക്കുന്ന ആത്മീയമായ വീഴ്ചകൾ, തെറ്റുകുറ്റങ്ങളാണ് വീഴ്ചകൾ എന്ന് പറയുന്നത്. ആ വീഴ്ചകളാൽ ഉണ്ടാകുന്ന പരിക്കുകൾ, തെറ്റും കുറ്റവും ചെയ്തിട്ടുണ്ടാകുന്ന നമ്മുടെ ആത്മീയമായ നഷ്ടങ്ങൾ, നമുക്ക് പറ്റുന്ന പരിക്കുകൾ, കുറവുകൾ, അതൊക്കെ പരിഹരിച്ച് നന്നാക്കി തരുന്ന ഒരു ആശ്വാസ പ്രക്രിയ കൂടിയാണ് നമ്മുടെ നിസ്കാരം എന്ന് പറയുന്നത്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു അത്രേ, നിസ്കാരത്തിന്റെ സമയമായാൽ അവിടുന്ന് പറയും, എന്തെന്ന് പറയും? ഇലാ നാരിക്കും ഉല്ലത്തി ഔഖത്തുമൂഹാ ഫഅത്ഫിഊഹാ. സിദ്ദീഖുൽ അക്ബർ പറയുന്നു,
സൗദിയിൽ പോയ ആളുകൾക്കൊക്കെ പരിചയം ഉണ്ടാവും, ഇപ്പോഴല്ല കുറച്ച് മുമ്പൊക്കെ. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരും, മുത്തവ്വമാർ വന്നിട്ട് സല 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 എന്ന് പറഞ്ഞ എല്ലാ പുണ്യക്കാരെയും സല സല എന്ന് പറഞ്ഞ് നിസ്കാരത്തിലേക്ക് തൊളിക്കുന്നത് കാണാൻ കഴിയും. മുമ്പ് സിദ്ദീഖ് അക്ബർ തങ്ങള് നിസ്കാരത്തിന്റെ സമയമായാൽ പറയുന്നൊരു വാക്കുണ്ട് അത്ര, ഈ വെറും സല സല പറയുന്നതിന്റെ അപ്പുറം കുറച്ചും കൂടി നീട്ടിയിട്ട് ഖൂമു ഇലാ നാരിക്കും ഉല്ലത്തി ഔഖത്തുമുഹാ ഫഅത്ഫിഊഹാ, നിങ്ങൾ കത്തിച്ചുണ്ടാക്കിയ അഗ്നിയെ, തീയിനെ കെടുത്താൻ നിങ്ങൾ എഴുന്നേൽക്കി എന്ന് പറയും. നിങ്ങൾ കത്തിച്ച തീയിനെ കെടുത്താൻ നിങ്ങൾ എഴുന്നേൽക്കി എന്ന് പറയും സിദ്ദീഖ് അക്ബർ. എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താ? യുരീദു ബിന്നാരി അദ്ദുനൂബ, ഈ തീ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് പാപങ്ങളെയാണ്. അതിനെ കെടുത്തുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് അൽ ഖിയാമ ഇല സലാ, നിസ്കാരത്തിന് വേണ്ടി പോവുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെയ്ത പാപങ്ങളെ പൊറപ്പിക്കുന്ന തെറ്റുകുറ്റങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രക്രിയയിലേക്ക്, ഒരു പ്രവൃത്തി ചെയ്യുന്നതിലേക്ക് നിങ്ങൾ എണീച്ചു പോയി എന്നാണ് സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നതിന്റെ താല്പര്യം. അപ്പൊ പാപങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു തീയിനെ വെള്ളം കൊണ്ട് കെടുത്തും പോലെയുള്ള കെടുത്തൽ പരിപാടി കൂടിയാണ് നമ്മുടെ നിർബന്ധമായ നിസ്കാരം എന്ന് മനസ്സിലാക്കണം. ഇത് സംബന്ധമായി പറയുന്ന പരിശുദ്ധ ഖുർആൻ ആയത്ത് നമുക്ക് മുമ്പിലുണ്ട്. സൂറത്ത് ഹൂദിലെ 114-ാമത്തെ സൂക്തമാണ്. പകലിന്റെ രണ്ടറ്റത്തും നീ നിസ്കാരം നിർവഹിക്കുക, രാത്രിയിൽ നിന്ന് ഏതാനും സമയങ്ങളും നീ നിസ്കാരം നിർവഹിക്കുക. ഇത് രണ്ടും കൂടി കൂടിയിട്ടുള്ളതാണ് നമ്മൾ 5 നേരം നിസ്കാരം. പകലിന്റെ രണ്ടറ്റവും രാത്രിയിലെ കുറച്ച് സമയങ്ങളും, 3, 2, 5. പകലിൽ 2, രാത്രി മൊത്തത്തിൽ 3. ഇങ്ങനെ 5 വക്ത് നിസ്കാരം. അതാണ് അതിന്റെ സൂചന. ഈ നിസ്കാരം നിർവഹിക്കുക. എന്നിട്ട് തുടർന്ന് ഖുർആൻ പറയുന്നു, തീർച്ചയായും നല്ല കാര്യങ്ങൾ ചീത്ത കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്തു കളയും. തീർച്ചയായും നല്ല കാര്യങ്ങൾ ചീത്ത കാര്യങ്ങളെ ഇല്ലാതെയാക്കും, അതിനെ പോക്കിക്കളയും എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ ഓർക്കപ്പെട്ടു പോകും. ഏത് ചെയ്താൽ? പുണ്യകർമ്മങ്ങൾ ചെയ്താൽ. ചിന്തിക്കുന്ന ആളുകൾക്ക്, ഓർക്കുന്ന ആളുകൾക്ക് നല്ല ഓർമ്മയാണത്, നല്ലൊരു സ്മരണയാണിത് എന്നും പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പം ചിന്തിക്കാൻ മാത്രം നമുക്ക് ഓർമ്മിച്ചിരിക്കാൻ പറ്റിയ നല്ലൊരു പോയിന്റാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ആയത്ത് ഇറങ്ങാനൊരു പശ്ചാത്തലമുണ്ട്, ഒരു ചരിത്രമുണ്ട്. ഇങ്ങനെ ഈ പറഞ്ഞ ആയത്തുണ്ടല്ലോ, നിങ്ങൾ 5 നേരം നിസ്കാരം കൃത്യമായി നിർവഹിക്കുക, നന്മകൾ ചെയ്യുന്നത് തിന്മകൾ ചെയ്യുന്നതിനെ പൊറപ്പിക്കും എന്ന അർത്ഥം വരുന്ന ഈ ആയത്ത് ഇറങ്ങാനൊരു കാരണമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ ഒരു സ്വഹാബി വന്നുകൊണ്ട് പറഞ്ഞു, ഇന്നി അസ്വബത്തുൽ ഹദ്ദ ഫഅഖിംഹു അലയ്യ, നബിയേ ഞാൻ ഹദ്ദടിക്കാൻ മാത്രമുള്ള തെറ്റ് ഞാൻ ചെയ്തു പോയിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ ഹദ്ദടിക്കണം എന്ന് പറഞ്ഞ ഇസ്ലാമിക ശിക്ഷ നടപ്പാക്കാൻ മാത്രം മതിയായ ഒരു തെറ്റ് എന്നിൽ നിന്ന് വന്നുപോയി, അതുകൊണ്ട് ആ ശിക്ഷ നടപ്പാക്കണം എന്ന് പറഞ്ഞ് നബിയോട് ഒന്ന് ആവശ്യപ്പെടാം. തെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല, ഉണ്ടാതിരുന്നാൽ മതി. പക്ഷേ ഇസ്ലാമിന്റെ നിയമപ്രകാരം ഏൽക്കേണ്ട ശിക്ഷ ഞാൻ ദുനിയാവിൽ തന്നെ ഏൽക്കാണ്, ആഖിറത്തിലേക്ക് വെച്ചേക്കുന്നില്ല എന്ന ശുദ്ധമായ മനസ്സാണ് ആ സ്വഹാബിയുടെ. ഇത് വന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ ഒന്നും മിണ്ടിയില്ല, മറുപടി ഒന്നും പറഞ്ഞില്ല, ഉണ്ടാതിരുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും നിസ്കരിക്കാൻ ജമാഅത്തിന്റെ ടൈമായി ഇഖാമത്ത് കൊടുത്തു നിസ്കരിച്ചു. അപ്പൊ നിസ്കാരം കഴിഞ്ഞാൽ ഇതുവരെ ഇപ്പോ നിബിധങ്ങൾ നേരത്തെ സംസാരിക്കാൻ എന്തോ പ്രയാസമുള്ളത് കൊണ്ടായിരിക്കും എന്ന് കരുതിയിട്ട് ആ സ്വഹാബി നിസ്കാരം കഴിയുന്നപ്പോ വീണ്ടും വന്നിട്ട് പറഞ്ഞു, ഇന്നി അസ്വബത്തുൽ ഹദ്ദ ഫഅഖിംഹു അലയ്യ, നബിയെ ഹദ്ദടിക്കാൻ മാത്രം മതിയായ ഒരു തെറ്റെന്നിൽ നിന്ന് വന്നുപോയി, അത് നടപ്പാക്കണം ദൂതരെ. അപ്പൊ നബിധങ്ങൾ പറഞ്ഞു, ഹൽ ഹദർത മഅന സലാ, നമ്മളെ കൂടെ നിസ്കരിക്കാനുണ്ടായിരുന്നോ? ഖാല നഅം. അപ്പൊ സ്വഹാബി പറഞ്ഞു, ഉണ്ടായിരുന്നു നബിയെ. ഖാല ഖദ് ഗുഫിറ ലക, എനിക്ക് പൊറുക്കപ്പെട്ടു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചയച്ചു. എന്താ കാരണം? അദ്ദേഹം ഒരു അന്യ സ്ത്രീയെ സ്പർശിക്കുകയോ തോണ്ടുകയോ പിടിക്കുകയോ അങ്ങനെ എന്തോ ഒരു തെറ്റായാലും സംഭവിച്ചു.
അതൊരു ഒറിജിനൽ സിനയല്ല, വ്യഭിചാരമല്ല. ഭാഷാപരമായി അതൊക്കെ വ്യഭിചാരത്തിൽ പെടുമെങ്കിലും സാങ്കേതികമായി ശിക്ഷ നടപ്പാക്കാൻ നിർബന്ധമായി തീരുന്ന വ്യഭിചാരമല്ല, അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ സ്വഹാബി തന്നിൽ നിന്ന് വന്നുപോയിട്ടുള്ള ഈ അന്യസ്ത്രീ സ്പർശനത്തെ ഗൗരവമായി കാണുകയും അത് വ്യഭിചാരമാണെന്ന് മനസ്സിലാക്കുകയും ശിക്ഷിക്കപ്പെടേണ്ട ആളാണെന്ന് കരുതുകയും ആ ശിക്ഷ നടപ്പാക്കി എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന് സംഗതി മനസ്സിലായ അദ്ദേഹം വ്യഭിചരിച്ചതൊന്നുമല്ല. വ്യഭിചരിച്ച ശിക്ഷ ഉണ്ടല്ലോ, അവിവാഹിതനാണെങ്കിൽ 100 അടിയും നാടുകടത്തലും, വിവാഹിതനായ ആളാണെങ്കിൽ എറിഞ്ഞു കൊല്ലുകയും ചെയ്യാന്നുള്ളതാണ്. ആ ശിക്ഷ നടപ്പാക്കേണ്ട തെറ്റൊന്നും ഇദ്ദേഹം ചെയ്തിട്ടില്ല എന്നറിയാം. അപ്പൊ ഇദ്ദേഹത്തിൽ നിന്ന് വന്നുപോയ ആ പാപം പൊറുക്കപ്പെടാൻ ഇത് മതി എന്നാണ് അല്ലാഹുവിന്റെ ദൂതർ പഠിപ്പിച്ചത്. അപ്പൊ അത്രയും വലിയ നേട്ടങ്ങൾ ഈ നിസ്കാരം എന്ന പ്രവൃത്തി കൊണ്ട്. പക്ഷെ ഇത് ചില ആളുകൾ തെറ്റിദ്ധരിക്കാനുണ്ടാണ്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടല്ലേ എന്ന് വെച്ചിട്ട് എല്ലാ തോന്നിയാസവും ഈ തോന്നിവാസം ചെയ്തിട്ട് ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ടല്ലോ, പൊറുക്കപ്പെടാൻ ചാൻസ് ഉണ്ടല്ലോ, ഈ പൊറുക്കപ്പെടാൻ ചാൻസ് ഉണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ തെറ്റ് ചെയ്യാൻ പാടില്ല. അഥവാ തെറ്റ് സംഭവിച്ചാൽ ചെയ്യാനുള്ളതാണ്. ഇപ്പൊ ആശുപത്രി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മളെ വാഹന അപകടത്തിൽപ്പെടുത്തുമോ, നമ്മൾ വീഴത്ത് പരിക്ക് പറ്റിക്കോ, നമ്മുടെ ശരീരത്തെ പരിക്ക് പറ്റിക്കോ, ആശുപത്രി ഉണ്ടല്ലോ, മരുന്നുണ്ടല്ലോ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ശരീരത്തെ അപായപ്പെടുത്തോ? ഇല്ല. അഥവാ അപായപ്പെടൽ വന്നു പോയാൽ ചെയ്യാവുന്ന പ്രക്രിയയാണ് വീട്ടിൽ കൊണ്ടുവച്ച മരുന്നും ആശുപത്രിയിലുള്ള ചികിത്സയും. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ കാണണ്ടേ? അപ്പൊ അതുപോലെ ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ച് തെറ്റ് ചെയ്യാനല്ല, സംഭവിച്ചു പോയാൽ ഇങ്ങനെയൊക്കെയുള്ള മാർഗമുണ്ടെന്ന് മനസ്സിലാക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തണം. അല്ലാഹു തആല എല്ലാവർക്കും മാറാകട്ടെ. ഖൈറ് കൊണ്ട് അല്ലാഹു നമ്മളെ ഭാഗ്യവാന്മാരാക്കി തരട്ടെ. ഷർറ് തട്ടിമാറ്റി ദൂരത്താക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.